ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടണോ നിവേദ്യ? ശരി, എഴുന്നേറ്റവർക്കെല്ലാം മെസ്സേജ് ഇട്ടിട്ട് കാര്യമുള്ളൂ. ശരി, okay. Now we'll continue. So in last class we have discussed about ethics, right? So today in this class I'll tell you a few basics about few technical terms about the term ethics and what are the ethical behavior and all. ഓക്കെ, ഈ ഓൾറെഡി എത്തിക്സിനെ പറ്റിയുള്ള ക്ലാസ് ആണ് ഈ കഴിഞ്ഞ ദിവസം ഞാനിട്ട പ്രീ റെക്കോർഡ് വീഡിയോയിലുള്ളത്. ഞാൻ അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, ആൻഡ് എത്തിക്സ് ആക്ച്വലി ഇറ്റ് ഇസ് എ ഗ്രീക്ക് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഇത്തോസ്. എന്താണ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തിക്സ് ഇസ് ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ഹൗ വി ഷുഡ് ബിഹേവ്. ലൈക്ക് എത്തിക്സ് ഇസ് ഓൾ അബൌട്ട് റൈറ്റ് ആൻഡ് റോങ് ആൻഡ് ഹൗ ഹോണറബിൾ പീപ്പിൾ ഷുഡ് ബിഹേവ്. നമ്മൾ സാധാരണയായിട്ട് പറയും ഒരു ഹ്യൂമൻ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തിക്സ് നടക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വി ഹാവ് സം കോസ് ഇൻ കോണ്ടാക്ട് ആൻഡ് വി ഹാവ് സം വേ ഓഫ് ലിവിങ്, റൈറ്റ്? If we are following that, we can say it is ethical, right? So it should indicate how we should behave. ഇനി എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഇതിൽ മോറൽസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. And upon morals and values, this ethics is built, and which is giving you an idea about human values. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും എന്താ പറയാ, ഒരു മൊറാലിറ്റി വേണം ഒരു ഹ്യൂമൻ ബീയിന്. അപ്പോൺ ദ മൊറാലിറ്റി ദേ ആർ ഹാവിങ് സം പേഴ്സണൽ വാല്യൂസ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് ഷുഡ് ഫോളോ സം വാല്യൂസ്. ഏതൊക്കെയാ വാല്യൂസ് എന്ന് പറയുന്നത്? They should be honest, they should be trustworthy, they should be compassionate, they should be kind towards others, like that. So these all are like the values that a human being should follow. And upon it, we are building the code of ethics. So ethics will give you the rightness and wrongness of human character. Okay? ഇവിടെ മോറൽസും എത്തിക്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ദ പ്രിൻസിപ്പിൾസ് റൂൾസ് ഓഫ് റൈറ്റ് കോണ്ടാക്ട് ആണ് മോറൽ എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ഫോർമൽ റെസ്പോണ്ടിങ് പ്രോസസ് യൂസ് ടു ഡിറ്റർമിൻ ദ റൈറ്റ് കോണ്ടാക്ട്. ഇപ്പൊ നമ്മൾ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് വെച്ചാൽ എന്താ? മോറൽ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുന്നത് എന്താ, സാധാരണയായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെയാണ് മോറൽ ഓഫ് ദി സ്റ്റോറി. മീൻസ് ഇറ്റ് ഇസ് എന്തായാലും മലയാളം വേർഡ് എന്താടാ മോറൽ എന്ന് പറയുമ്പോ? എന്താ പിന്നവേ, നമ്മൾ സ്റ്റോറി ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിന്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ, സോ മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണപാഠം എന്ന് പറയും അല്ലേ? കേട്ടില്ല? ആ ഒരു ടേം ആരും കേട്ടില്ല. സോ മോറൽ മീൻസ് ഇറ്റ് ഇസ് ആക്ച്വലി the essence of that story, right? And ethic is nothing but it is a formal responding process to determine the right contact. അതിൽ ആ മോറലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് വേ ഓഫ് ഡൂയിങ്ങിനാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് വിൽ ഗിവ് യു an idea about the process of questioning and changing one's moral, speaks to relationship between human beings. Okay, അപ്പോൾ ഓരോ പ്രൊഫഷണൽസിനും ഓരോ എത്തിക്സ് ഉണ്ട് ഇല്ലേ? എഞ്ചിനീയേഴ്സ് എത്തിക്സ് ഉണ്ട്, ഡോക്ടേഴ്സിന് അവരുടേതായ എത്തിക്സ് ഉണ്ട്, നോർമൽ ടീച്ചേഴ്സിന് അവരുടേതായ എത്തിക്സ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ എത്തിക്സ് ഉണ്ട്. അതുപോലെ ഓരോ ഹ്യൂമൻ ബീങ്സിനും അവരുടേതായ എത്തിക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ നീഡ് ഫോർ എത്തിക്സ് ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ആർ റിട്ടൺ ഇൻ ടു ലോസ് ഓഫ് സൊസൈറ്റി. ഈ എത്തിക്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പം ജസ്റ്റ് ഇമാജിൻ മെഡിക്കൽ എത്തിക്സ് എന്ന് പറയും നമ്മൾ പൊതുവെ ഇല്ലേ? മെഡിക്കൽ എത്തിക്സ് നിങ്ങൾ പൊതുവെ സിനിമയിലായാലും മീൻസ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിൽ മൊത്തം നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞാൽ. പൊതുവെ നമ്മൾ പറയുന്നത് എന്താ ഈ മെഡിക്കൽ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? If at all medical ethics is not there, what will happen? That is actually the need. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മെഡിക്കൽ എത്തിക്സ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ശരിയായ പരിചരണം കിട്ടൂല. മറ്റേ സംഭവം ഇപ്പം നമ്മൾ പറയില്ലേ ഈ ഓർഗൻ
ഓർഗൻ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു ബിസിനസ്സാണ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഒരു ഡോക്ടർ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മെഡിക്കൽ എത്തിക്സ് നിരക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി സം സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ദാറ്റ് എ ഡോക്ടർ ഷുഡ് നോട്ട് ഫോളോ, റൈറ്റ്? സോ if at all they are doing like that, they should be punished, right? So for that, ethical behavior are written into the laws for the laws of the society. അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലെങ്കിൽ it should affect the entire our society, right? So all these ethics are controlled by the laws. Examples of ethical principles are the honesty, respect for others, fairness, trustworthiness, responsibility, caring for others. So these all are like some examples of ethics. So these may be ethics of some people, and some other ethics will be there related with some other person and some other profession. Now, human value is built upon morals, values, and ethics, right? So human values are the values of the human being, for the human being, and by the human being. അതെന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ പൊതുവെ ജനാധിപത്യത്തിന് പറയില്ലേ, ജനാധിപത്യത്തിന് പൊതുവെ ഒരു ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് പറയില്ലേ സാധാരണ, കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഹ്യൂമൻ വാല്യൂസിനും പറയുന്നത്. ഹ്യൂമൻ വാല്യൂസ് ദ വാല്യൂസ് ഓഫ് ദ ഹ്യൂമൻ ബീങ്, അതായത് ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാവേണ്ടതായിട്ടുള്ള വാല്യൂസ് ആണ് ഹ്യൂമൻ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോർ ദ ഹ്യൂമൻ ബീങ്, ദാറ്റ് ഈസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അതാണ് ഹ്യൂമൻ വാല്യൂസ് ആർ ദ വാല്യൂസ് ഓഫ് ദ ഹ്യൂമൻ ബീങ്, ഫോർ ദ ഹ്യൂമൻ ബീങ് ആൻഡ് ബൈ ദ ഹ്യൂമൻ ബീങ്, ഓർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വാല്യൂസ് ഓഫ് ലൈഫ്. That means building has a foundation like building of human values rests on the morals and values. അപ്പോൾ ഹ്യൂമൻ വാല്യൂസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് മോറൽ വാല്യൂസ് ആൻഡ് എത്തിക്സിന്റെ മേലെയാണ് ശരിക്കും ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. So normally we will say some particular personality, right? We will be attracted towards that particular person. We will attract the dignity, will respect, and will their appropriateness among the people will be it's like they are recognized because of their dignity or their behavior. Okay, so that is actually showing the respect towards the human values. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണ്, നമ്മുടെ വേദിക് പീരീഡ് തൊട്ടിട്ട് ഫോളോ ചെയ്യേണ്ട സം സെറ്റ് ഓഫ് വാല്യൂസ് ലൈക്ക് സത്യ ഷുഡ് ബി ദെയർ, ധർമ്മ ഷുഡ് ബി ദെയർ, പ്രേമ, ശാന്തി, അഹിംസ. All these are like Vedic period ethical values. So for the corresponding Satya, truth will be there, Dharma, right to contact, Prema means love, Shanti, peace, Ahimsa means non-violence. All these values should be followed by a human being. That is actually necessary for the peaceful life for the human being. Not only for us, but for the entire society. Okay. Next is about integrity. Next topic ആണ് integrity എന്ന് പറയുന്നത്. Integrity എന്ന് വെച്ച് കഴിഞ്ഞാൽ in ethics, integrity is regarded as the honesty and truthfulness or accuracy of one's action. നമ്മൾ സാധാരണയായിട്ട് integrity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ടേമിൽ പറയുകയാണെങ്കിൽ the consistent and honest behavior develops integrity in an individual. എനിക്ക് എന്താ അത് മനസ്സിലായത് വായിച്ചിട്ട്? അർപ്പിതേ, the consistent behavior develops integrity in an individual. What you understood from that particular statement? അർപ്പിതില്ലേ ക്ലാസ്സിൽ?
ഹലോ. അർപ്പിത്. യെസ് മിസ്, എന്തേനു? ഇല്ലെന്ന് ഞാൻ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ കേട്ടില്ല. Read the second statement in this slide. The consistent behavior develops integrity in individual. What you understood from that particular statement? Or what you know about integrity? കൺസിസ്റ്റന്റ് ബിഹേവിയർ എന്താ പറയാ, ഇത് അപ്പൊ പറയാ, ഇതിപ്പോ എങ്ങനെ വേർഡ്സിൽ പുട്ട് ചെയ്യണ്ടെന്ന് അറിയില്ല. നിനക്ക് അറിയുന്ന മലയാളത്തിൽ പറഞ്ഞു. മിസ് അതിന്റെ ഇറക്കം കിട്ടാത്ത, മലയാളവും കിട്ടുന്നില്ല, ഇംഗ്ലീഷും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. സംഭവത്തിന്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടീന്, പക്ഷെ എന്താ പറയാ, ഇതിപ്പോ ഇതിപ്പോ എന്താ പറയാ, ഒരു പേഴ്സൺ ഒരു കാര്യം എന്താ പറയാ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരാള് ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ ടിക്കറ്റ് മാസ്റ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോ വിളിക്കുന്ന ആ ഒരു പേര് വന്നത് അയാളുടെ ഇന്റഗ്രിറ്റി അവിടെ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ആയതുകൊണ്ടാണ്. ഐ മീൻ ആസ് എ ടിക്കറ്റ് മാസ്റ്റർ, ആസ് എ ടിക്കറ്റ് അടിക്കുന്ന പേഴ്സൺ. അപ്പൊ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വന്നത് എന്താ പറയാ, അയാളുടെ കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. The consistent task that he is doing, right? Yes, yes, yes. Suppose നമുക്ക് ticket വേണമെന്നുണ്ടെങ്കിൽ we can tell that particular person is lending the ticket. So if you are going there, you can collect the ticket, right? That is actually predicting that you will get the ticket from there, right? അതേപോലെ personal integrity എന്ന് വെച്ച് കഴിഞ്ഞാല് integrity help the other person to predict your behavior and action. That means അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും, right? And upon if anything happen, you can predict how the other person will behave. ഇപ്പൊ നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും. Suppose if you are following in a dilemma, or if you are in a wrong situation, or if you are in a troublesome situation. So if at all any troubles happen, നിങ്ങളുടെ ഫ്രണ്ട്സ് കാറ്റഗറിയിൽ തന്നെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഓക്കെ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഹെൽപ്പ് ചെയ്യും, അവൻ ചെയ്തു തരും എന്തായാലും. ഒരു പ്രഡിക്ഷൻ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ചിലവരെ പറ്റി നിങ്ങൾ പറയും, ഇല്ല അവനെ വിളിച്ചിട്ട് കാര്യമില്ല, അവൻ ചെയ്തു തരാൻ പറ്റിയാലും he will not do it. അങ്ങനെ ഒരു പ്രഡിക്ഷൻ പറയില്ലേ നമ്മൾ പൊതുവെ? അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ മീൻസ് വേറെ ഏതെങ്കിലും ഒരാളെടുത്ത് പോവാണ്, that person is having the power to do something, and if you are predicting now itself that person is not going to do it, how you come to that conclusion? It is from his previous behavior and actions, right? So that is known as integrity. The consistent honest behavior develops integrity in individual. നമുക്ക് ഒരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. It is a long way process. So we have to be honest for a period of time. Then only we can build the trustworthiness, right? So integrity helps the other person to predict your behavior and action. That is known as integrity. നമ്മൾ പൊതുവെ എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും if he is following only the right way of contact, normally we will respect that person, right? So if there is a consistency in what you say and what you do, people will have a belief in you. So lack of integrity result in unpredictable behavior and action. Actually it is actually the pathway to one's success. So it will help you towards the way to success. Okay.
That is known as integrity. These are some day-to-day examples of integrity. Never betray a friend's trust. Actually, trust is actually is built from I already told you it is the trust is built from a long way process, right? So never break the trust or never betray the friend. Do not gossip or talking badly about someone. പൊതുവെ നമ്മളിത് എപ്പോഴും പറയുന്ന കാര്യങ്ങളാ. I don't know whether you people are believing or not. It is like all persons are having some positive energy, negative energy. And positive power, if you are increasing that positive power, will help you to do many things. And if you simply gossiping or simply wasting your time, that is actually negativity. It will reduce your ability to do the things. It is actually the time of Ramadan. So during this time, all this Muslim community people will pray, and they are having a belief like if we are taking fasting and if we are doing good things, it will be helpful for them the entire life. That is actually that this behavior or this custom is based on the religion, right? So they are living in a holy way during this entire month, right? So that is actually increasing the inner positivity. Okay. So we should always live in that way. Normally, എപ്പോഴും പറയുന്നതാണ് വേദിക് പീരീഡ് തൊട്ടിട്ടുള്ള ഒരു സേയിങ് ആണ്, ഹ്യൂമൻ ബീങ്സ് ആർ ഹാവിങ് tremendous amount of power to do many things. But normally, we will never recognize it and we will never grow up it. That is actually the problem of human being. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ശരിക്കും human beings are the gifted person. They are having tremendous amount of energy to do many things. But if we are not understanding our powers, it will be actually wasting. Okay, അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് we are having a troublesome situation, we are in a critical situation, we are having many problems around us, right? So if you are focusing on something and if you are working hard towards it, you will be rewarded for that. That is for sure. Maybe it is in the short period of time, but it will be helping you in the long way. Okay. Next is why the term integrity is important. So integrity in the workplace is so important as it tries to foster a positive workspace culture. Integrity is not important on a personal level, but it is also vitally important at a workplace level. Organization known for their integrity perform better. നമ്മൾ പൊതുവെ എപ്പോഴും നിങ്ങളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചോ, നിങ്ങളിപ്പോൾ ഷർട്ട് വാങ്ങിക്കുമ്പോൾ ഏത് ഷർട്ടാണ് വാങ്ങിക്കുക പൊതുവെ? സൈസിന് പറ്റിയ ഷർട്ട്. അത് ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തതോ, യു വിൽ ലുക്ക് ഫോർ ദ ബ്രാൻഡ്, റൈറ്റ്? ഇഷ്ടപ്പെട്ട കളർ, ഇഷ്ടപ്പെട്ട സൈസ്, അതൊക്കെ എടുത്തു. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാവും, either Louis Philippe or Allen Solly or Basics, like that, right? That means you are trusting on that particular brand because you're believing that shirt is actually good, or that product from that particular brand is actually good, right? അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ അത് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വലിയ കമ്പനീന്റെ if you are paying so much and you are buying a shirt and within 2-3 days if it color has gone and it is stored, whether you will go and buy the same shirt or another piece from that same brand, നിങ്ങൾ വാങ്ങിക്കാൻ പോവോ? പിന്നെയും ഇല്ല. പൊതുവെ ഹ്യൂമൻ ബീങ്സ് ആരും വാങ്ങിക്കില്ല, ഇല്ല, right? That is actually, it is the trust integrity of that organization. That means they are building a trustworthiness among their customers. So organization known for their integrity, and that will help you to perform better. So integrity is important not only in the personal field but also
for an organization. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. Customers would want to deal with organization who can be trusted to follow through with they have agreed upon. Trustworthiness of employee and a good brand message. Normally നമ്മളിപ്പോൾ ഇപ്പൊ നിങ്ങളൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചോ, നമ്മൾ സാധാരണയായിട്ട് എൻക്വയർ ചെയ്യുക how will be the work culture will there. It is employee friendly or it is like employees are free to work, then people will choose their company, right? And academic integrity എന്ന് വെച്ചാൽ എന്താ, അത് നോർമൽ ആ ഇന്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് വാസ്റ്റ് മീനിങ് ഇൻ മെനി ഏരിയാസ്. If it is personal integrity, it is a personal behavior prediction, right? If it is organization integrity, means their trustworthiness and their brand name, right? If it comes to academic integrity, what does it mean? Academic integrity is the pursuit of scholarly activity in an open, honest and responsible manner. അതായത് പൊതുവെ നമ്മൾ പറയില്ല റെപ്യൂട്ടേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓർ കോളേജ്, റെപ്യൂട്ടേഷൻ ഓഫ് സ്കൂൾസ് അലോംനി, നമ്മൾ പൊതുവെ പറയില്ലേ. ഇപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ ഹയസ്റ്റ് പെയ്ഡ് ജോബ്സ് ആർ ഗെറ്റിംഗ് ഫോർ IITians, റൈറ്റ് അല്ലേ? IITians മാത്രമല്ല, IITയിൽ എപ്പോഴും മീൻസ് ഒരു ക്യാമ്പസ് സെലക്ഷൻ ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ they are getting more, they are paid more, right? Alle, am I right? Why? Because we all have a belief, we are not belief, it is truth. In IIT they are following an academic curriculum that is actually extraordinary, right? That is actually the reputation of that institution. So academic integrity means if they are providing a degree for a particular student, the students are capable to do the things. That is actually the academic integrity. Academic integrity will affect the reputation of the university, reputation of the degree awarded, quality of education given, how employers view the graduates. That is actually the academic integrity. അപ്പോൾ നമ്മൾ എപ്പോഴും പൊതുവെ പറയുന്നത് എന്താണ്, IITian ആണ് അല്ലെങ്കിൽ NITian ആണെന്ന് പറയുമ്പോൾ that is actually branded label. They are following through that curriculum and they are trained like that. നമ്മൾ സിസ്കോ സർട്ടിഫിക്കറ്റ് അല്ലെ മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ പറയുന്നില്ലേ, and it is having more value. Why? Because it is actually an academic integrity. The students after finishing their degree or after finishing that course, they will be able to do these things. So academic integrity means not cheating, not aiding others in cheating. Academic integrity is not being complacent when other people are cheating. Understanding the proper academic convention, displaying the rigor in academic research. All this comes together in the academic integrity for students, right? പൊതുവെ നമ്മളിപ്പോൾ പറയില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എക്സാം നടത്തുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ എ regular custom manner. Some sort of ways we have to follow. In that manner itself we have to complete the test. Otherwise it is like we are compromising on students and they are doing some malpractices and they are passing, means actually it is not integrity of that college. Clear? മനസ്സിലായോ എന്താ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് വർക്ക് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വർക്ക് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എത്തിക്സ് ആർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൂൾസ് ദാറ്റ് ആർ റിക്വയർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഫോർ സാറ്റിസ്ഫാക്ടറി വർക്ക് പെർഫോമൻസ്. ഇതാ നിങ്ങൾക്ക് മനസ്സിലായത്? ഞാനിപ്പോ കുറച്ച് മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ വർക്ക് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ എത്തിക്സ് ഉണ്ടാവും. അതായത് ഒരു
Even being a computer engineer, what are the set of standards and rules that you should follow? എന്തായിരിക്കും? From your way of perspective, I'm asking you. Ashwin, ഇല്ലേ? ഋത്തിക്, പറയടാ, നിനക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് എന്തൊക്കെയായിരിക്കും? എപ്പോഴും ഹോണസ്റ്റി ആയിരിക്കണോ, സത്യസന്ധത. ഓക്കെ, നമ്മൾ ടെക്നിക്കൽ ടേംസിലേക്ക് വരുന്ന സമയത്ത് അത് പൊതുവെ എല്ലാ പ്രൊഫഷനും വേണ്ടതാണ് ഹോണസ്റ്റി. നമ്മുടെ ടെക്നിക്കൽ ടേംസിലേക്ക് വരുമ്പോഴോ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ടേമിലേക്ക് വരുന്ന സമയത്ത് വി ആർ ഹാവിങ് മെനി കപ്പാസിറ്റി, റൈറ്റ്? ബീങ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇല്ലേ? അപ്പോ അത് എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നിനക്ക് തോന്നുന്നത്? ആസ്കിങ് യുവർ ഒപ്പീനിയൻ, ദാറ്റ്സ് ഇറ്റ്. എന്തായിരിക്കും? പറയടാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് പറ. മറ്റുള്ളവരുടെ പ്രൈവറ്റ് സംഭവങ്ങൾ നമ്മൾ ഹാക്ക് ചെയ്ത് അത് തന്നെ നമ്മുടെ പോലീസിൽ ഇപ്പൊ പുതുതായിട്ട് വന്നതാണ് സൈബർ ഡോം എന്ന് പറയുന്ന വിങ്, ഇല്ലേ? റീസൺ മീൻസ് ഒരു 10-15 years ആണ് ഇപ്പം സൈബർ ഡോം എന്ന് പറയുന്നതിന് മെയിൻ പ്രോമിനന്റ് റൂൾ വന്നത്. എന്തുകൊണ്ടാണ് ആക്ച്വലി അത്? ഇറ്റ് ഇസ് ബിക്കോസ് ദിസ് ഓൺലൈൻ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് എല്ലാവരും യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓൺലൈൻ ബിസിനസ് ഓർ ഓൺലൈൻ ചീറ്റിംഗ്സ് ആർ ഹാപ്പനിങ് മോർ, റൈറ്റ്? Not only chatting, privacy, many issues are there related with this online platform, right? So they will be having a set of standards and rules. നമ്മൾ എന്ത് പറയും? We are having a set of standards. ഇപ്പൊ ഒരു particular person വർക്ക് ചെയ്യുകയാണെങ്കിൽ for a company, they have to follow a set of standards and they have to follow a set of rules. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ കമ്പനീന്റെ ഒരു സെറ്റ് ഓഫ് കോഴ്സ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഇഫ് വി ആർ സെൻഡിങ് ടു സം അതർ കമ്പനി ഓർ സം അതർ കൺട്രി, ദാറ്റ് ഇസ് ആക്ച്വലി against our set of standards and rules. So always a person or always an employee should follow work ethics. So many of the large organizations have code of ethics for their employees. This code specifies the work ethics. A good work ethics creates a work culture in the organization and increase in productivity. This value will help engineer to work hard, discipline himself, build a team in an organization. All these things are actually interrelated. Now, while considering about the work ethics also, there are two types of work ethics. ഒന്ന് പേഴ്സണൽ ഉണ്ട്, രണ്ട് സ്പെസിഫിക് ടു വർക്ക് സിറ്റുവേഷൻ. പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും സിൻസിയറിറ്റി, റെസ്പെക്ട് ഫോർ ദ ജോബ്, റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി ആൻഡ് സീരിയസ്നെസ്. How seriously he is handling that particular thing. That is known as actually ethics, work ethics. Now, specific to a work situation means keeping certain information confidential and maintaining cordial relation with clients and agencies, being prepared to take up the new task. Okay. What are the characteristics of work ethics? Always gives 100% towards at work. Attendance should be there, character, teamwork, appearance, attitude, productivity, organizational skill, communication skill, cooperation, respect. So these are the 10 characteristics of work ethics. ഇതിലെ ഓരോ എത്തിക്സും ഇതിലെ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അറ്റൻഡൻസ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കായാൽ പോലും അറ്റൻഡൻസ് ഇസ് മസ്റ്റ്.
Why? 80% attendance is must. It shows the regularity and your interest towards study and character. നമ്മൾ എപ്പോഴും പറയില്ലേ ഹ്യൂമൻ ബീങ്സിന് അവരുടെ റെപ്ലിക്ക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദെയർ ക്യാരക്ടർ. ടീം വർക്ക്, appearance, attitude, all these are important. And also we have communication should be there. We have to cooperate with others because we will be working in a team. So we have to cooperate with others, right? And productivity should be there, and we have to respect others. നമ്മൾ ഓൾറെഡി പറഞ്ഞ ടീം വർക്ക്, respecting the right of others. Being a team worker, we should be cooperative and we should be assertive, displaying customer service and attitude, seeking opportunities for continuous learning, respecting the confidentiality. Appearance is also important. Person make their first impression of someone's in 3 seconds. No worry. Dress appropriately, personal hygiene, good manners. All these are important for a professional work ethics. Attitude ആണെങ്കിൽ നിങ്ങൾക്കറിയാം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, appearing self-confident, having realistic expectations for self. പൊതുവെ നമ്മൾ എപ്പോഴും ഇന്റർവ്യൂസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാം introduce yourself, self introduction. Actually, what is the importance of that self introduction? നിങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്, that is for sure. പിന്നെ another need എന്താണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ? that's actually how you speak, how confident you are, what is your attitude. To understand that, it will help the interviewer to understand that. Productivity, following safety procedures, conserving materials, keeping the work area neat and clean, following the directions properly. All these are important for productivity. Organization skills, preparing for assignments at home, prioritize what is most important, spend the time wisely. ഓർഗനൈസ് ചെയ്യാനുള്ള സ്കില്ല്, നമുക്കിപ്പോൾ കുറേ അധികം ടാസ്ക് ഉണ്ടെങ്കിൽ നമ്മളത് രണ്ട് രീതിയിൽ നമുക്ക് തീർക്കാം. ഒന്നെന്ന് വെച്ചാൽ എന്താ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക, അതൊന്നും. പിന്നെ വേറൊരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക. റൈറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി ഫിനിഷിംഗ് ദ തിങ്സ് ഈസിലി. നോക്കിയാൽ നിങ്ങൾ ഓർഗനൈസേഷൻ ചെയ്തതിൽ സീക്വൻഷ്യൽ ഉണ്ട്, സ്പേഷ്യൽ ഉണ്ട്. രണ്ടിന്റെ ഡിഫറൻസ് ആണോ നിങ്ങൾ? സീക്വൻഷ്യൽ ഓർഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ഓർഡറിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പേഷ്യൽ ആണെങ്കിലോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വലിച്ചു വരച്ചിട്ടുള്ളത്. റൈറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, verbal and non-verbal skills will be always developed and we should be clear about that. Okay, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. അറ്റൻഡൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോട്ടാ. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറയൂ. ആശിഷ് പ്രസന്റ്, അഭിനവ് പ്രസന്റ്, ഷേഖ്, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി അല്ലേ? അഖിൽ കെ, അഖിൽ കെ ഇല്ലേ? അമല സുരേന്ദ്രൻ, പ്രസന്റ്, ആമിന മാലിഹ, അമിനയില്ല.
ആമിനയില്ല. അനൈന, അനൈനയുണ്ട്. അനൈനയില്ലേ? ഓക്കെ. അനിരുദ്ധ്, അനിരുദ്ധില്ല. അഞ്ജിത ഇല്ല. അഞ്ജിത ഉണ്ടല്ലോ. Okay. അഞ്ജിത. അനൂജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുന്ധത്, അശ്വിൻ, ഫസ്ന, റംഷത, ഋതുൽ. Okay. ജെറീഷ്, ജെറീഷില്ലല്ലോ. ഖതീജ, ലിഖിത്, ലിയാന, മിഥുൻ മോഹൻ, നാസിഫില്ല. മിൻഹാജ് അല്ല, റാഫി, മിൻഹാജ്, സാലിഹ്, ഷഫീഖില്ല. നിഹാലുണ്ട്. നിഹാലില്ലല്ലോ. നിഹാലില്ല. നബീൽ, നന്ദ, നന്ദിത, നിവേദ്യ, പ്രിൻസ്, ഋഷികേഷ്, ഋഷ്വിൻ, ഋത്തിക്, രോഹിത്, സഫീൽ, സങ്കീർത്തന, സാരംഗ്, സേജൽ, സെവിൻ, ഷബിൻ, സിഷാജ്, തനുശ്രീ, തേജ. തനുശ്രീ ഇല്ലേ? ഓക്കെ. തനുശ്രീ, തേജ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണ, യാദവ്. യാദവില്ലേ? യാദവ്. ഓക്കെ. അനീഷ് and അമൽ. Okay. I'll see you next class. Break അല്ല നിങ്ങൾക്ക്. You can take the break.